ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ രാവിലെ തന്നെ തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ എന്താ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൊങ്കാലയിടാൻ പോയ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വലുതായിട്ട് ആരെയും അങ്ങനെ ഉത്സവമായിട്ട് വിളിക്കുന്നൊന്നും ഇല്ല. അപ്പം ഞാനും അമ്പാടിയും വിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് സദ്യ പോലെ ഒന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പിക്കെന്ന് വെച്ചാൽ മുട്ടക്കറിയായിരുന്നു. അങ്ങനെ മുട്ടയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉള്ളിക്കറിക്കുള്ളതാണ് കുക്കറിൽ സെറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിയലും തോരനും ഒക്കെ വയ്ക്കാനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ അരിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ എൻ്റെ ചോറ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതാ കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ദോശയും മുട്ടക്കറിയാണ്. അങ്ങനെ ഞാനും അമ്പാടിയും കൂടെ ദോശയും മുട്ടക്കറിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ സമാപന ദിവസമായതുകൊണ്ട് തന്നെ വൈകിട്ട് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകണം. അങ്ങനെ ഇതാ ഇവിടെ തോരനും അവിയലും ഒക്കെ സെറ്റായിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ട തോരനും പിന്നെ അവിയലിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അങ്ങനെ ആവശ്യത്തിന് കുറച്ച് അവിയലും കുറച്ച് തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു സദ്യ ഉത്സവമല്ലേ എപ്പോഴും, അതുകൊണ്ടിട്ട് പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഗേസ്. അങ്ങനെ പരിപ്പ് കറി ഞാൻ പാത്രത്തിലേക്ക് പകർത്തുകയാണ്. പിന്നെ കരിവേപ്പില ഇല്ലാതൊരു കളിയില്ല ഗേസ്. അങ്ങനെ പരിപ്പിലും കരിവേപ്പില ഇട്ടിട്ടുണ്ട്, സലാഡിലും കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം വെച്ചിട്ട് പായസം വയ്ക്കാതിരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് ചെറിയൊരു പായസ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെർമസലിയുടെ. അങ്ങനെ അതാണ് ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ സദ്യ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിന് വെച്ചുവിനും കുറച്ച് പരിപ്പ് ഒഴിച്ചു കൊടുത്ത് അമ്പാടിക്കും കുറച്ച് പരിപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും പപ്പടവും കൊടുത്തിട്ട് ഞാനെന്താ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ പരിപ്പും ചോറും പപ്പടവും പിന്നെ എന്താണ് അവിയലും തോരനും സലാഡും പിന്നെ സൈഡിൽ നാരങ്ങ അച്ചാറാണ്. അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ കുശാലായിട്ട് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെർമസലി പായസം സെറ്റായിരുന്നു കേസ്. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. അങ്ങനെ ഞാനും അമ്പാടിയും വെച്ചും പായസവും കൂട്ടിയുള്ള ഒരു ഉത്സവ സദ്യത കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾ തരുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഊർജ്ജം സുഹൃത്തുക്കളെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ ബായ്.